ഫാൻസ് നോക്കുന്നതിൽ ഭാര്യയ്ക്ക് അസൂയ. മുല്ലക്കലിന്റെ ബാലകൃഷ്ണൻ. ഗൈസ്, ഇന്നത്തെ സ്പെഷ്യാലിറ്റി ഞങ്ങളെ ഹോം ടൂർ ആണ്. ഹോം ടൂർ നടത്താൻ പോകുന്നത് ദേവു ആൻഡ് അപ്പൂസ് ആയിരിക്കും. ഇവിടുത്തെ വിശേഷങ്ങൾ ഫുള്ളായിട്ട് ഇവർ പറഞ്ഞുതരും. അപ്പൊ നോക്കല്ലേ, ഇപ്പൊ എല്ലാരും പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അതുകൊണ്ടാണ് ഗൈസ് തിക്കും തിരക്കും ഫീൽ ചെയ്യുന്നത്. വെള്ളം കളിയാണ്, വെള്ളം കയറി. അത് ഗൈസ് റോഡ് പൊങ്ങിയത് കൊണ്ട് നമ്മുടെ വീട് കുറച്ച് താന്നിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് വെള്ളം കയറുന്നുണ്ട് ഗൈസ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നിറയെ വെള്ളം. ഇത് നമ്മൾ അകത്തോട്ട് കയറണമെങ്കിൽ സാഹസ പ്രകടനം. ഒന്ന് ചവിട്ടി ഇങ്ങനെ കയറി അകത്തോട്ട് വന്ന് ഇവിടുന്ന് പിന്നെ അകത്തോട്ട് ഇവിടുന്ന് കയറണം. ഇതിപ്പോൾ ഇവരിങ്ങനെ തടഞ്ഞു നിൽക്കുന്നുണ്ട്, ഇതുവഴി പോകുന്നില്ല. ഒന്നും ചെരുപ്പം കൈപ്പിടിച്ച് നടക്കും കൊണ്ട് കുട്ടി എന്താ കുട്ടി ഇങ്ങനെ? നമ്മൾ ഇതുവഴിയാണ് നമ്മൾ വീട്ടിൻ്റെ അകത്തോട്ട് കയറുന്നത്. ഇതാണ് ഹോൾ. ഇതാണ് ഹോൾ. ഹോളിൽ ഇവിടെ ഫോട്ടോ ഉണ്ട്, ഇവിടെ TV ഉണ്ട്, ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട്, ഡൈനിങ് ടേബിൾ ജഗ്ഗുണ്ട്, കസേര, സോഫ എല്ലാം ഉണ്ട്. ഒന്നും പറയില്ല ഗൈസ്. ഇത് ഹോള്. ഇവിടെ ഒരു റൂമുണ്ട്, അകത്തൊരു റൂമുണ്ട്. ഇതൊരു അതുപോലെ തന്നെ ഒരു ഏരിയ. അതിൻ്റെ അപ്പുറത്തൊരു അടുക്കളയുണ്ട്. അത്ര തന്നെ ഉള്ളു ഗൈസ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല. നമുക്കിനി തിരിച്ച് നമ്മൾ ട്രാവൽ ബ്ലോഗിലാണ്. ഇനി ട്രാവൽ ബ്ലോഗിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഞങ്ങൾ ട്രാവൽ ബ്ലോഗാണ്. നമ്മൾ കാണിച്ചു തരും എവിടെയാണ് മാപ്പ്. ഞാനാണ് മാപ്പ്. നമ്മൾ ടൗണിലേക്ക് പോകുന്നു, ലെഫ്റ്റ് എടുത്തു. ഞാനാണ് മാപ്പ്. ഗൈസ്, ഞങ്ങൾ ആലപ്പുഴ ടൗണിലേക്ക് പോവാണ്. ടൗണിലേക്കാണ് പോണേ. അറിയാതാണോ ബ്ലോഗ് എടുക്കുന്നത്? സ്ഥലം പ്ലാൻ ചെയ്തില്ല, ഇപ്പൊ പ്ലാനിങ്ങിലായിട്ടുള്ളൂ അല്ലേ? അതെ. ആൾക്കാരൊക്കെ പ്രാന്താന്ന് വിചാരിക്കായിരുന്നു. മതിയായിരുന്നു. അമ്മയും അച്ഛനും ഒക്കെ ബാക്കിൽ വരുന്നുള്ളൂ. ഒരു ഓൺ ദ വേ ആണ്. നടന്ന് ഇവിടെ എത്തണം. കുഴങ്ങിയുണ്ട് ദൈവമൊക്കെ. പക്ഷെ ഞങ്ങൾ മുന്നിൽ നടക്കുന്ന, ഞങ്ങൾക്ക് ആരോഗ്യമുള്ളവർ കുറച്ച് ആൾക്കാർ മുന്നിൽ നടക്കട്ടെ വിചാരിച്ചിട്ടല്ലേ? ഗുഡ്സിന് എന്തെങ്കിലും പറ്റി പറയാല്ലേ? നേഴ്സിനെന്ത് നടക്കാൻ വയ്യ. എന്ത് ജാടയാണോ? ആൾക്കാരെയൊക്കെ നോക്കണ്ടല്ലേ ഇങ്ങനെ? ആന്ന് ആരോഗ്യമില്ലാത്തവരോ നേഴ്സുമാര്. സത്യം, ഞാനത് ആലോചിക്കാറുണ്ട്. നമ്മളെപ്പോഴും എത്തും ആലപ്പുഴ ടൗൺ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഏകദേശം? ഇവിടുന്ന് കണക്കൂട്ടിട്ടില്ല. ഇല്ല. ഇവന്റെ ഹെയർ കട്ട് ഇഷ്ടമായിരുന്നു കമന്റ് ചെയ്യണേ. അല്ലേ വണ്ടേ പൊളിയാ. നമ്മുടെ 2 കമ്പാനിയൻസിനെ കാണുന്നില്ല, അവരെ കണ്ടുപിടിക്കണം. ഇവിടെ അല്ല, എന്തോ ബസ് കയറാൻ വേണ്ടി പോയി. അവരെ കാണുന്നില്ല ഇപ്പൊ കറന്റ്. ബസ് കണ്ടു കഴിഞ്ഞാ തീരുമാനാവും അല്ലേ? തീരുമാനാക്കും. ബസ്സിനാണോ പോണേ? നമ്മുടെ ഗൈഡറൊന്നും പറഞ്ഞിട്ടില്ല. ഗൈഡറിനെയാണ് ഇപ്പൊ കാണാത്തത്. ആരാ ഗൈഡർ? ഗൈഡർ സത്യമ്മനെ കിട്ടിയാലോ ഇനി കാര്യങ്ങളൊക്കെ തീരുമാനമുള്ളൂ. ഗൈഡർ കണ്ടോ? ഗൈഡർ ഫ്രണ്ട് റോഡിന്റെ അപ്പുറത്ത് 2 പേരെ കണ്ടോ? ഗൈഡർ ആണ് നമ്മുടെ ഗൈഡർ. ഗൈഡറും ഉണ്ട്, പിന്നെ നമ്മുടെ കെറ്റൂസ് ഉണ്ട്. എല്ലാരും കൂടെ ഒരുമിച്ചാണെന്ന് പോണേ. ആലപ്പുഴ ടൗണിലെ വിശേഷങ്ങളും കാര്യങ്ങളും അല്ലേ? അതെ. ആലപ്പുഴ പട്ടണത്തിനെ പറ്റിയൊരു യാത്ര നമ്മൾ പോകും വഴി കാണിച്ചു തരും വീഡിയോയിലൂടെ. ആലപ്പുഴ ടൗൺ മൊത്തം ഇപ്പോൾ കറങ്ങും. കറങ്ങിയിട്ട് എന്തൊക്കെയാ ആലപ്പുഴയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുണ്ടൂസ് ഞാനും കൂടെ ഇന്നത്തെ വ്ളോഗ് ഫുൾ ആയിട്ടുണ്ടാവും അല്ലേ ഗുണ്ടൂസേ? അത്രേ ഉള്ളൂ. അവരിത് അവിടെ എത്തുന്നുണ്ട്. എല്ലാവരും നമ്മളെ തന്നെയാണ് എക്സൈറ്റ്മെന്റ്. ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാവരും നോക്കുന്നത്, എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയും ആത്മാർത്ഥമായി വ്ളോഗ് അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. വണ്ടി എത്തണ്ട, ശ്രദ്ധിക്കട്ടാ. ഇതാണ് ഗൈഡർ, നമ്മുടെ ഗൈഡർ. നമ്മുടെ ഗൈഡർ ഇത് കണ്ട കുട്ടികൾ. ഇത് ട്രാവൽ ബ്ലോഗാണ്, എല്ലാം അറിയത്തില്ല. എങ്ങനെ പോണേ? ഗൈഡർ എങ്ങനെ പോണേ? ഇപ്പൊ ഓട്ടോ ആണ് ഗസ്റ്റ്. നമ്മള് 2, 4, 6, 7 പേര് കയറിക്കോ. ബസ് പോയാൽ പോരെ? ബസ്സിൽ പോയാൽ മതി. ബസ്സല്ലേ? KSRTC വരുന്നവരുന്നു. ബസ് പോയി കഴിഞ്ഞാൽ KSRTCക്കാർക്ക് പെട്ടെന്ന് വരത്തുമില്ല. വിളിച്ചാവട്ടെ അവരുടെ ഡൈലോടിയും. എന്ത് സമയത്ത് വണ്ടിയും വിടത്തില്ല. ഞങ്ങള് ബസ് പോവാ. എങ്ങനെ പോയാലും മതി, അവിടെ എത്തിയാ പോരെ, തിരക്കൊന്നുമില്ല. ട്രാവൽ ബ്ലോഗ് എടുത്തിട്ട് എങ്ങോട്ട് പോണമെന്ന് തീരുമാനിച്ചില്ല. ഒരു ഗൈഡർ ഉണ്ട് നിൽക്കുന്ന അടുത്ത ആള്. എന്തിനു കൊള്ളാം. എല്ലാവരും ഏതിലൊന്നും ഉറപ്പിക്കും. തർക്കം നടക്കാണ്.
അതെ. ഇന്ന് ഫുള്ള് ഞാനും ഗുണ്ടൂസുമാണ് മെയിന്. ഞങ്ങൾ ഫുള്ള് വ്ളോഗ് ചെയ്ത് ഇവിടെ ആലപ്പുഴ വെക്കും. അതെ, ഒറ്റ സെക്കൻഡ് എടുക്കും ആലപ്പുഴ ടൗൺ മൊത്തത്തിലല്ലേ. അത്രേ ഉള്ളു. അത്രേ ഉള്ളു. ആലപ്പുഴ ടൗണിലെ വിശേഷങ്ങൾ. ആലപ്പുഴ എന്തൊക്കെയാ ഉള്ളത് ശരിക്കും പറഞ്ഞ? ആലപ്പുഴയിൽ ആലപ്പുഴ ഉണ്ട്. ആലപ്പുഴ ആലപ്പുഴ എന്തുള്ളത് ചോദിച്ചു. ആലപ്പുഴ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നവരെ വ്ളോഗ് ചെയ്യണം എന്നോട് ഗുണ്ടു പറഞ്ഞു. ട്രാവൽ വ്ളോഗ് അവസാനിക്കുന്നവരെ ഗുണ്ടുവിന്റെ ത്രൂ ആണ് ഈ യാത്ര മൊത്തം അല്ലേ. ഗുണ്ടുവിന് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ വീഡിയോ. ഗുണ്ടു ദ ട്രാവലർ. ഇത് മീനിന്റെ ഏരിയ. ഇന്ന് പക്ഷെ മീനില്ല, കച്ചവടം ഇല്ല. ഇന്ന് കച്ചവടമില്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് മീൻ, അയില, മത്തി, ചൂര, ചാര, ഗണപതി, കോര, കരിമീൻ എല്ലാം ആലപ്പുഴയല്ലേ മീൻ. ഇവിടെ ഇല്ലല്ലേ? മീൻ ഇല്ല ശരിക്കും? മീനുണ്ട് ആലപ്പുഴ. ശരിക്കും എന്ത് മീനാണ് ഉണ്ടാവുന്നത്? ആലപ്പുഴ എല്ലാതരം മീനുണ്ട്. അയില, മത്തി, ചൂര എല്ലാം ഉണ്ട്. ഇവിടെ കൊഴുവുണ്ടോ? കൊഴുവയാ മാർക്കറ്റിൽ നിന്ന് കിട്ടുമോ? കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടുമോ? ഫ്രീ ആയിട്ട് അവര് വല്ലതും പറയും. ഫ്രീ ആയിട്ട് വെച്ചാ. അങ്ങനെ ഞങ്ങൾ നടന്ന് കളർകോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് കേട്ടോ. നമ്മൾ കൈതമന ജംഗ്ഷനിൽ നിന്ന് കളർകോടിലോട്ടാണ് പോണത്. അതെ. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുള്ളത്. ബസ്സും കാര്യങ്ങളും അവിടെ നിന്നായിരിക്കും കയറുക. അവിടെ നിന്ന് സഞ്ചാരം തുടങ്ങി അങ്ങനെ ആലപ്പുഴ ടൗണിലേക്കുള്ള യാത്രയായിരിക്കും. അത്രേ ഉള്ളൂ. ആ യാത്രയുടെ ഇടയിലുള്ള ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ അപ്പുവിൻ്റെ 10ാം ക്ലാസ് ഫുൾ എ പ്ലസ് കിട്ടിയ കഥ അപ്പു പറയൂ. എങ്ങനെയാണ് ഫുൾ എ പ്ലസ് കിട്ടിയത്? ഫുൾ എ പ്ലസ് കിട്ടിയതിന്റെ കഥ പറയാനാണെങ്കിൽ അങ്ങനെ കഥയില്ല. സദ്യമ്മ നല്ല ചൂരലെടുത്ത് നല്ല പൂശു നല്ല തല്ല് ഇല്ലാതൊക്കെ പറഞ്ഞുണ്ടാകാവോ. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് എ പ്ലസിലോട്ട് എത്തി. കഷ്ടപ്പെട്ട് പഠിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങോട്ട് സദ്യമ്മ പറയുന്നത് എന്താ വെച്ചാൽ നല്ല വടിയുണ്ട് വീട്ടില്. അടിയൊന്നുമില്ല. വടി പഴയ കാലമൊന്നുമല്ല. സ്നേഹിച്ച് പഠിപ്പിച്ച എല്ലാവർക്കും മാർക്ക് കിട്ടും. പടച്ചോനെ. സ്നേഹത്തിന്റെ പാതയിൽ നമ്മൾ പോകുന്നു. അറിവുകൂടി ഒരാളും ഇല്ല സ്നേഹത്തിന്റെ പാതയിൽ. നടന്നു വരുമോ? നമുക്ക് ഇന്നാ പോണ്ടേ, നാളെ അല്ല. ഒരു ഉത്തരവാദിത്തം ഇല്ല ഇവർക്ക്. ഇത് ശരിക്കും അല്ല, യൂട്യൂബിൽ വീഡിയോ എന്നാ മോഹൻലാൽ ലാലേട്ടൻ ഇപ്പുറത്തെ ലാലേട്ടൻ ഇതാണ് ആലപ്പുഴ. പക്ഷെ ആലപ്പുഴ ആയിട്ടില്ല, ഭംഗിയായിട്ടില്ല. നീ ഉണ്ട്. എനിക്ക് പേടിയാവുണ്ട്. എന്ത് പേടി? ടെൻഷൻ. നമ്മുടെ ആലപ്പുഴ. ഇവിടെ ആരോ കണ്ട് അപ്പൂസിനെ കണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്. പെണ്ണുങ്ങൾ. അപ്പൂസിനെ അല്ല, യൂട്യൂബർ ശരത് പുത്തേടത്തിനെ കണ്ടു. ശരത് പുതിയടത്ത് നിൽക്കണം. അവര് ATM പൈസ എടുക്കാൻ നിർത്തിയാ ചീഞ്ഞു. ഞാനല്ല പറഞ്ഞത്, ഭാര്യയാണ് പറഞ്ഞത്. ഭാര്യയുടെ അടുത്ത് ചോദിക്കേണ്ടതാണ്. ഭാര്യയുടെ അടുത്ത് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് എല്ലാം മനസ്സിലാവും. അത് ശരി. പോകും വഴി എവിടെയാന്ന് കണ്ടു പറഞ്ഞ നമ്മളതേ കളർകോട് ജംഗ്ഷൻ. നമ്മൾ ബസ് കയറാനുള്ള സ്റ്റോപ്പിൽ എത്തിച്ചേരും. നമ്മുടെ ആഷസ് ഫോൺ യൂസ്ഡ് കാർസ് അല്ല ബൈക്സ് വേണമെങ്കിൽ എല്ലാവരും കളർകോടുള്ള ഔട്ട്ലെറ്റിലോട്ട് വരണതാണ്. പ്രീമിയം ക്വാളിറ്റിയുള്ള സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. പെയ്ഡ് പ്രൊമോഷൻ നോക്കാം, അങ്ങോട്ട് നോക്ക്. കാണുന്നുണ്ടാ? ഒരാളും അടിക്കുന്നില്ല. പെയ്ഡ് പ്രൊമോഷൻ. ഇങ്ങോട്ട് പൈസ വരും. മേളിപ്പിന്റെ ബോർഡ് കാണാൻ പറ്റിയേക്കോ? അമ്മ ചോദിച്ചേ ഇത് സെക്കൻഡ് ഹാൻഡ് ആണെന്ന് എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിച്ചപ്പോ ആണ് മറുപടി കിട്ടി അമ്മക്ക്. ഞാൻ ആപ്പ് ഒക്കെ കേട്ടാ, ഞാനാ വ്ളോഗർ കേട്ടാ. ഇന്ന് ഫുള്ള് ഗുണ്ടാ വ്ളോഗ് ചെയ്യാം. ഇതൊന്നും മാക്സിമം കട്ട് ചെയ്താൽ മാക്സിമം ഏറി പോകാതിരിക്കാം എന്ന് ലോജിക്. ഹലോ ജേത്താടോ എല്ലാവരും ആരും ഹലോ എന്ന് പറയണ്ട. അറിയോ യൂട്യൂബർ. എടാ ആരോടും അങ്ങനെ ചോദിക്കൊന്നും വേണ്ടടാ. ഇവൻ അവിടെ എത്തുന്നതിന് മുമ്പേ ആലപ്പുഴ മൊത്തം തന്നെ അറിയിപ്പിക്കും. നോട്ടീസ് അടിക്കുന്നുണ്ട് ഇവിടെ, പരത്തി വിടുന്നുണ്ട് നോട്ടീസ് ഇല്ലേ? ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു, അത് മോശമായത്. റോഡിൽ കൂടെ ഇത്രയും നല്ലൊരു ഇൻഫ്ലുവൻസർ പോകുമ്പോൾ ഫോട്ടോ എടുക്കാത്തത് മോശമായി പോയി. ശരിയാ. അരിയിലൊക്കെ വന്നാൽ കൊള്ളാം, ഫോട്ടോ എടുക്കാം. അതെ 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 അതെ. ഞാനിപ്പോ തേടത്തിന് ആർക്കും അറിയത്തില്ല. മിസ്റ്റർ മിസ്സിസ് ഹിഡൻ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ശരത് കുത്തേടത്ര.
സിഗ്നലിലെത്തി. ഇനി ഇവിടുന്ന് നേരെ ബസ് കയറുക ചെയ്യുക ആലപ്പുഴയ്ക്കുള്ള. അപ്പോൾ അവിടെ എത്തിയിട്ടായിരിക്കും ബാക്കി. എന്ത് ഇവിടെ ഒന്നുമില്ലടാ. ഹെഡ്സെറ്റ് വെച്ചില്ല നോക്കിയത്. പോടാ, അവൻ ആപ്പ് വെച്ചു നമുക്ക്. അങ്ങോട്ടാ പോണ്ട, അങ്ങോട്ടാ പോണ്ടേ? അങ്ങോട്ടാ പോണ്ട. നീ കുഞ്ഞി കുട്ടി ക്രോസ് ചെയ്യാനൊന്നും അറിയാത്ത. പോകും ആയില്ല ആയില്ല ആയില്ല, ഒരു 4 സെക്കൻഡ് വെയിറ്റ് ചെയ്താ. നിൽക്കി അച്ഛച്ച ക്രോസ് ചെയ്യണ്ട. എൻ്റെ അമ്മടാ, റോക്കിയുടെ നഗരം അച്ഛൻ. റോക്കി ആക്കിയാണ് നമ്മ. ഇപ്പൊ ഒരു ഫോട്ടോ ഒട്ടിക്കേണ്ടി വരും ഇനി. നമ്മൾ പോകും വഴി എവിടെയാണ് കണ്ടു പറയും. കുറുനരിയെ കാണുന്നുണ്ടോ നിങ്ങൾ? കുറുനരിയെ കാണുന്നുണ്ടോ? ഇല്ലില്ല, കണ്ടില്ല കണ്ടില്ല കണ്ണില്ല കാണില്ല കാണില്ല കാണില്ല. ഇത് എവിടെ ചെന്ന് അവസാനിക്കുക? ഇതൊരു സിനിമ പോലെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഒരു ഷോർട്ട് ഫിലിമിൽ അവസാനിക്കുന്നത്. 3 ഇതാണ് ബസ് സ്റ്റോപ്പ്. പുഞ്ചിരി ബസ് വരുന്നു. പുഞ്ചിരി, നമ്മൾ ആ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. പുഞ്ചിരി ബസ് കയറി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപോലെ ചിരിക്കണം എന്നാണ് പറഞ്ഞത്. അതെ അല്ലേ? ഒരു മെഡൽ കിട്ടുമല്ലോ. അല്ല, അത് കട്ടിയാണ്, അത് കട്ടിയാണ്. മെഡൽ കിട്ടുമോ? എന്ത് മെലഡിയോ? പാട്ടിട്ട് വരും. ആ, അങ്ങനെ 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 അവര് ക്രോസ് ചെയ്ത് എല്ലാവരും ടീമായിട്ട്. ആ, ഇതാണ് ഞങ്ങളെ ഫാമിലി പാക്ക്. എല്ലാരും അയ്യടാ. നമ്മൾ പുഞ്ചിരി ബസ് വരുന്നു. പുഞ്ചിരി ബസ് കയറുന്നു. പിന്നെ ഇറങ്ങാനുള്ള സ്ഥലം പറയണം. അപ്പൊ അവിടെ ഇറങ്ങുന്നു. പുഞ്ചിരിയാണ് ഇന്നത്തെ നമ്മളെ വർണ്ണമായ ചിരി തരാൻ വേണ്ടി പോകുന്നത്. പുഞ്ചിരി കയറി നേരെ ആലപ്പുഴയ്ക്കുള്ള യാത്രയാണ്. ആലപ്പുഴ ടൗണിലേക്ക് പുഞ്ചിരിയിൽ കയറുന്നു. പുഞ്ചിരിയിൽ നിന്ന് പോകുന്നു. ഒരു പാട്ടുണ്ട്. ഇരിക്കി. ആ, ഇരുന്നോ. മുടിച്ചിരുന്നോ? അച്ഛരിക്കും. വലിയ വലിയ ആൾക്കാരിക്കുന്നു. ഇരിക്കടോ. ഗൈസ്, ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഞാൻ എടുത്തില്ല. ടിക്കറ്റ് അമ്മ എടുക്കും അല്ലേ? അമ്മ എടുക്കൂലേ? മുന്നെടുക്കും ടിക്കറ്റ്. അമ്മ ടിക്കറ്റ് എടുക്കോ? അമ്മ ടിക്കറ്റ് എടുത്താൽ എവിടേക്കൊക്കെ എടുക്കുക? ക്യാഷ്യർ അമ്മയാണ്. എല്ലാവരുടെയും അമ്മയുടെ കയ്യിലാണ് ക്യാഷ് ഉള്ളത്. ടിക്കറ്റ് എടുത്താൽ അവിടെ നേരെ യാത്ര. അമ്മ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇരിക്കടാ, സീറ്റുണ്ട്. വ്ളോഗ് ചെയ്യാൻ പാടില്ല. ആത്മാർത്ഥത. ഇരിക്കാൻ നിന്ന് വ്ളോഗ് ചെയ്യുന്ന ആത്മാർത്ഥ, ഡെഡിക്കേഷൻ. ഗുഡൂസിന്റെ ഡെഡിക്കേഷൻ എല്ലാം എനിക്ക് തോന്നുന്നത്. ഗുഡൂസ് ഇരിക്കടാ. വേണ്ട ഇരിക്കി. ഇവർ റീൽ എല്ലാവരും കാണണ്ടയാണ്. ആ, ഇരുന്ന് പറയും ബാക്കി യാത്രനെ പറ്റിട്ടുണ്ട്. ബാക്കി ഗുഡൂസിന്റെ ഫോണിന്റെ പാസ്വേഡ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടോ. കണ്ടിട്ട് കാര്യമില്ലല്ലോ, ഫോൺ കിട്ടണ്ടേ എല്ലാവർക്കും. ഗുഡൂസ് ഇരിക്കില്ലെന്നാ പറഞ്ഞത്. നിന്നിട്ടാണ് ബാക്കി അവരുടെ. അവിടെ 2 സീറ്റ്. ദേവനോട് കിച്ചണോണ്ടിരിക്കാൻ പറയും. എന്നിട്ട് നമുക്ക് അവർക്ക് പൊങ്കാലടാ. കണ്ടു പറഞ്ഞോ. എന്താ സംഭവം? ഇനി അടുത്ത സ്കൂളാണോ? അമ്മേനെ സ്കൂള്? ഭാവി അച്ഛന്മാരാണ്. ഓ മൈ ഗോഡ്. അതായത് ചിറ്റമ്മ പഠിപ്പിക്കുന്ന സ്കൂൾ ഇവിടെ തന്നെയാണ്. തൊട്ടപ്പുറത്തെ സ്കൂളാണ് ചിറ്റമ്മയുടെ സ്കൂള്. ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ സ്കൂള്. അടുത്ത എത്തിയിട്ട് കാണിച്ചു. ഏത്? അല്ല, ഞാൻ പറഞ്ഞില്ല. എനിക്കറിയാം. ചിറ്റമ്മന്റെ സ്കൂള് കാണിച്ചിട്ടുണ്ട്. ചിറ്റമ്മ ഏത്? ഇതാണ് ചിറ്റമ്മന്റെ സ്കൂള്. ഇതാണ് സ്കൂൾ. സ്കൂൾ കിടിലം പോലത്തെ സ്കൂളല്ലേ? കിടിലം പോലത്തെ സ്കൂളാ. എമ്മ പൊളിയാ. പൊളി. ഇവിടെ തന്നെയാണ് ആലപ്പുഴ അല്ലേ? നമ്മളിപ്പോ എത്തും, ടൗണിലെത്തും. സാഹിബ് ഇവിടെ ഫുള്ള് ആൾക്കാരാണ്. ആൾക്കാരെല്ലാരും നമ്മളെ വ്ളോഗിന് വേണ്ടി കാത്ത് കുതിച്ചു നിൽക്കുന്ന സമയമാണ് ഇപ്പോ. മമ്മൂട്ടി വരെ പറയുന്ന കേട്ടോ. മമ്മൂട്ടി വരെ പെർഫെക്റ്റ്
പ്ലാൻ യൂട്യൂബർ നന്ദുട്ടൻ അല്ലേ? ഇവിടെ ഒരു പാലം കേട്ടോ, ഇത് കണ്ടോ, ഈ പാലം കണ്ടോ, ഇത് ആലപ്പുഴയുടെ പ്രത്യേകത. ഈ പാലം അത്യാവശ്യം വലിയ പാലമാണ്, ആലപ്പുഴയുടെ പ്രത്യേകതയാണ്. ഇതുപോലെ വേറൊരു പാലമുണ്ട്, ഒന്ന് രണ്ട് പാലുണ്ട് ഇങ്ങനെ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആലപ്പുഴ അല്ലേ? അങ്ങനെ ഞങ്ങള് പാലങ്ങളെ കണ്ട നേരെ ആലപ്പുഴയ്ക്കുള്ള യാത്രയാണ്. ആലപ്പുഴ എത്തി നോക്കുമ്പോൾ അല്ല നമ്മൾ ആലപ്പുഴ അല്ലേ ഇപ്പോ? ഞങ്ങൾ ശരിക്കും ഇവിടെ ആലപ്പുഴയാണ്. പക്ഷെ ആലപ്പുഴയിൽ കൂടെ ഒരു വ്ളോഗ് പോലെ. ആ ചേച്ചി, എന്റെ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്ക് നമ്മുടെ ആലപ്പുഴയിലാണ്. ആലപ്പുഴ ഞാൻ ചോദിച്ചില്ല, ഗുണ്ടൂസിന്റെ ഓരോ മണ്ട ചോദ്യങ്ങളാണ് അതൊക്കെ. ഈ സ്വർണം വാങ്ങണമെങ്കിൽ എവിടെ നിന്ന് വാങ്ങാം? വെരി ഗുഡ്. പ്രൊമോഷൻ എന്ന് പറയാം ആൾക്കാർ, അതുകൊണ്ടാണ് പ്രൊമോഷനാണ് പറയുന്നത് നിങ്ങള്. ഞങ്ങൾ അങ്ങനെ പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറില്ല, പാവങ്ങള്. പോലീസിനെ കണ്ടാ ഗുണ്ടൂസിന്റെ ആരോട് ജോലി ചെയ്യുന്ന പോലീസുകാരൻ ആത്മാർത്ഥത അതാണ് പോലീസുകാർ ചെയ്യുന്നത്. വൃത്തിക്ക് പണിയെടുക്കുന്ന പോലീസുകാരുണ്ട് എല്ലാവരും. അതെ, വെറുതെ തട്ടി വിടുക. ഇവൻ ചെറിയ കുട്ടിയാ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ, കാണാനുള്ള സൈസ് ഉള്ളൂ, ചെറിയ ആളാണ് അല്ലേ? എത്ര വയസ്സിന് കുണ്ടൂസ്? ഹോട്ടൽ റോയൽ പാർക്ക്. എത്ര വയസ്സിന് കുണ്ടൂസിന്? 16. ഈ ചിങ്ങത്തില് 17 ആവും അല്ലേ? അത് ഈ ചിങ്ങം പിറന്നാലല്ലേ 17? സ്റ്റെപ്സ് ഇവിടെ ഷൂ അല്ലേ? അല്ല, കിടുക്കൻ ഷൂസ്. എത്ര പ്രൊമോഷൻ ചെയ്യുന്നത്? റോയൽ പാർക്ക് ഇപ്പൊ അവിടേക്ക് പോണേക്ക് ഇപ്പൊ 1,00,000 രൂപേന്റെ മുകളിലേക്കായി. പ്രൊമോഷൻ ചെയ്തിട്ട് മാത്രം ഉണ്ടാവും. ഇതൊക്കെ തന്നാൽ നിങ്ങൾക്ക് നല്ലത്. നമ്പർ താഴെ കൊടുക്കാം, ഗൂഗിൾ പേ ആക്കി അയച്ചാൽ മതി. അവരൊക്കെ സൈലം എന്റെ ഇന്റർനാഷണൽ പ്രൊമോഷൻ. അത്രേ ഉള്ളു. ആരും അവിടെ ചേരരുത് അല്ലേ? അത് പ്രൊമോഷൻ അല്ല, അത് പ്രൊമോഷൻ. രണ്ട് വാക്ക് കണ്ണടകളെ പറ്റി. കണ്ണടകൾ, വിഷയം കണ്ണടകളും നല്ല കണ്ണടകളും വാങ്ങാൻ ലെൻസ് കാർട്ട്. ബ്ലൂ ബേ പിള്ളേർക്ക് വേണ്ടിയുള്ള ഡ്രസ്. ഞങ്ങൾ ഇനി അവിടെ എത്തി. വണ്ടി പോകത്തില്ല, വണ്ടി മാറി കയറണം അല്ലേ? അല്ലേ? സിന്ധു ട്രാവൽസിനാണ് പോകുന്നത്. നമുക്ക് അങ്ങനെ സൗകര്യമുണ്ട് ആലപ്പുഴ ആകുമ്പോ. ഒരു ബസ്സിൽ നിന്ന് വേറൊരു ബസ്സിലേക്ക് മാറി കയറണം. പൈസ കൊടുക്കണ്ട. പക്ഷേ ഞങ്ങൾ പ്രൊമോഷൻ ചെയ്ത് പോകുന്നോണ്ട് ആരും പൈസ വാങ്ങില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. സിന്ധു ട്രാവൽസിലേക്ക് പോണേ. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത് ഞങ്ങളായിരിക്കും. 2 ബസ്സിൽ കയറി ചെറിയ സ്ഥലത്തേക്ക് പോകുന്ന 2 ബസ്സിൽ കയറി മാറി മോനെ. അവിടെ ഹൈറ്റാടാ, ഇവിടെ ഇരുന്നോ. ഇത് വൈബാണ്. കരോട് തന്നെ അനുഭവിച്ചാല് അറിയത്. പാട്ട് ഇതാണ് ആലപ്പുഴയുടെ മനോഹരം. ഇത് പ്രൊമോഷൻ അല്ല, പാട്ടിന് പ്രൊമോഷൻ അല്ലേ? നമ്മളെ സരിഗമ മ്യൂസിക്കിലൊക്കെ ആയിട്ടൊന്നും കൊളാബറേഷൻ ഇല്ല, ഡയറക്റ്റ് വീഡിയോ ആണ് അല്ലേ? എത്രയേ ഉള്ളൂ. കാണിക്കുന്നുണ്ടോ? കൈ കാണിക്കുന്നുണ്ടോ? അത് ചോദിച്ചു നോക്ക്. കൈ കാണിക്കുന്നു. എടാ എന്താണോ? നമ്മളല്ലല്ലോ, അവരാണ് കൈയേറേണ്ടത്. അതാണ് ഇത് കൈ തരാത്തത് അവരുടെ യൂട്യൂബറിനെ കണ്ടിട്ട്. സത്യം. ഈ വ്ളോഗിൽ അവര് വരുമോന്നില്ല അവർക്കറിയത്. അതെ. ഇതെന്താണ് ഈ അതെ ഏതാ നീ പഠിക്കുന്ന സ്കൂൾ? അതോ സ്കൂൾ. ഇവിടെ 3 സ്കൂളുണ്ട്. ആ 3 സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുക? അല്ലല്ല, അതിലൊരു സ്കൂൾ. എല്ലാം ഒരു ഇതിന്റെ താഴെ വരുന്നത്. ഓടി നടന്ന് പഠിക്കുന്നുണ്ടോ? അത് പഠിക്കാനുള്ള ആത്മാർത്ഥ. അതാണോ SDV സെഞ്ചുറി? അപ്പുറത്തിറങ്ങാം അമ്മ, അപ്പുറത്തെ വഴി ഇറങ്ങാം. ഇറങ്ങുന്നതിന് തല്ലായി. അച്ഛ എണീറ്റുണ്ടായിരുന്നു. അവിടെ എത്തും. എങ്ങനെ നശിപ്പിക്കുകയാണ്. നല്ലൊരു സ്ഥലമായിരുന്നു. അവര് എന്തൊക്കെയോ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പണിയും തീരുന്നില്ല. അതിന്റെ ഇതും കളഞ്ഞ് കഷ്ടമാണ്. ആലപ്പുഴ ഭാഗത്തുള്ളൊരു സ്ഥലമാട്ടോ. സ്ഥലത്തിന്റെ പേരെന്താ അറിയണത്? സ്ഥലത്തിന്റെ പേര് ഇറങ്ങാറായി. സ്ഥലപ്പേരൊക്കെ എന്തിനാ? ഇറങ്ങാറായി. പെട്ടെന്ന് ഇറങ്ങിയോ. ഇവിടെ കാക്ക കയറും. ഇറങ്ങിയിട്ട് പറയാം ബാക്കി. ഇറങ്ങിയിട്ടാണ് ആലപ്പുഴയിലെ കിടിലൻ വിശേഷങ്ങൾ പറയാനുള്ളത്. ഗൈസ്, ഒരു ചെറുപ്പ് നടക്കുന്ന സ്ഥലമുണ്ട്. മുല്ലക്കൽ ചെറുപ്പ് നടക്കുന്ന സ്ഥലത്തെ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അടുക്കൂല എന്ന് പറഞ്ഞ ആൾക്കാരും ഇവിടെ വാരി പോകുന്ന പറഞ്ഞ അമ്മ. വാരി എടുക്കും മിക്കവാറും. ഇങ്ങനെയാണ് വാരി എടുപ്പിക്കൂ.
ഗൈസ് ഞങ്ങൾ അങ്ങനെ ആലപ്പുഴ ടൗണിലൂടെ ആലപ്പുഴ ആസ്വദിച്ചുകൊണ്ട് പോയോണ്ടിരിക്കുകയാണ്. ഇവരാളെ കാണുന്നുണ്ട്, ഐഡന്റിഫൈ ഉണ്ട്, എന്നെ ഐഡന്റിഫൈ ഉണ്ട്. നമുക്ക് ഇങ്ങോട്ടൊരു ഡ്രസ് ഷോപ്പ് ഉണ്ട് ആണല്ലേ? നല്ല കിടുക്കൻ ഡ്രസ്സൊക്കെ ഉള്ള ഷോപ്പ്. കിടുക്കൻ ഡ്രസ് ഒരു 10 പ്രൊമോഷൻ ഗുണ്ടൂസ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരു ഷോപ്പിന്റെ ചെയ്ത് ഇനി അടുത്ത ഇപ്പൊ ചെയ്യും. ഇവിടെ പോണ പെൺകുട്ടികളുടെ പ്രൊമോഷൻസ്. അത് ഏതാ തല്ല് കിട്ടുന്നല്ലേ? ആലപ്പുഴന്നും കൂടെ തല്ല് കിട്ടണ്ടേ? ഇനി തല്ലറണമെങ്കിലും മിനിമം മേടിക്കണം എന്നാണ് എന്റെ അഭിപ്രായം അല്ലേ? അത് മിക്കാറും കൊള്ളു. ഇങ്ങനാണ് കൊള്ളു. വേറെ പ്രൊമോഷൻ എന്തെങ്കിലും ചെയ്യാണ്ടോ നമുക്ക്? വേറെ ഈ ഏരിയയിൽ എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടുമോ? വീഡിയോയില് വേണ്ടി അസാഡോ കയറിട്ട് ചോദിക്കാം. അസാഡോ പ്രൊമോഷൻ തരുമോ? അതെന്താ? ഇതൊരു പ്ലേസ്, നൈറ്റ് വൈബ്. ആലപ്പുഴയുടെ നൈറ്റ് വൈബ്. ആലപ്പുഴ നൈറ്റ് വൈബ് അസാഡോ. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടായിട്ട് എനിക്കറിയില്ല ഇതൊന്നും. ഞാൻ യാതൊരു അറിവില്ലാതൊക്കെ പറഞ്ഞു. ആളെന്തൊക്കെയോ പറയുന്നുണ്ട്. ഫാൻസ് നോക്കുന്നതിൽ ഭാര്യയ്ക്ക് അസൂയ. അതൊക്കെ ഉണ്ടാവൂടാ, അതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവും. നീ വിഷമിക്കാൻ, നടക്കും അങ്ങനെ ഒരു സുവർണാവസരം വരട്ടെ. തൻ്റെ സ്വഭാവം വെച്ചിട്ട് ഒരു ഗേൾ ഫ്രണ്ട് പോലും കണക്ക് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കരയല്ലേ? കരയാ? ആര് എന്തിനാ കരയുന്നേ? ഫാൻസ് വന്ന് പൊതിയുമല്ലോ. മുല്ലപ്പൂ, നെല്ലിക്ക സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ആലപ്പുഴ ഇവിടെ എത്തിയാൽ മതി. നടക്കണോ അങ്ങോട്ട്? നോക്കണോ? മുല്ലപ്പൂ ഉണ്ട്, നെല്ലിക്ക അവിടെ ഉണ്ട്. നെല്ലിക്ക വേണമെങ്കിൽ കിലോ 100, കിലോ 100, 2 കിലോ 100, 2.5 കിലോ. നെല്ലിക്ക കോസ്റ്റ്ലി നെല്ലിക്ക ആയിരിക്കണം. ഇനി എടുക്കണ്ടെന്ന് സമയം കഴിഞ്ഞെന്ന്. അമ്പലം, മുല്ലക്കൽ അമ്പലം. ഇതാണ് മുല്ലക്കൽ ശിവരാജ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രമാണ്. ഇതാണോ അസാഡോ? ഇതാണ് അസാഡോ. അന്ന് മാളിനെയും കൂടി ഞങ്ങൾ ഇതിനെ വന്നിട്ടുണ്ട്. അപ്പോൾ മാളിനെയും കൊണ്ട് പോയപ്പോൾ 2 മണിക്ക് ശേഷം അവിടെ ഓപ്പണിംഗ് അല്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയതാണ്. കിടിലം പോലത്തെ അമ്പലം. അച്ഛൻ പ്രാർത്ഥിച്ച അമ്പലം കണ്ടപ്പോഴേക്ക് അമ്പല വ്ളോഗ് ആക്കട്ടോ. അങ്ങനെ അമ്പലത്തിൽ കയറി അമ്പലപ്പാട്ടൊക്കെ ആയിട്ട് സെറ്റപ്പ് അല്ലേ? സെറ്റപ്പാണ്, അടിപൊളി കിടിലോസ്കി അമ്പലം. എന്തായാലും വരണം. നല്ല അമ്പലം കേട്ടോ, നല്ല അമ്പലം, സൂപ്പർ അമ്പലമാണ്. ആംബിയൻസ് അല്ലേ? എന്നെ പറയണ്ട അമ്പലത്തിൽ പ്രാർത്ഥിക്കണം. ഒച്ച പ്രാർത്ഥിക്കാം, എല്ലാവരും കേൾക്കട്ടെ. എന്താ പ്രാർത്ഥിക്കുന്നത്? എന്താ പ്രാർത്ഥിക്കല്? എന്തൊക്കെയാ പ്രാർത്ഥിക്കല്? എന്തൊക്കെയാ നല്ലത് വേണ്ടി പ്രാർത്ഥിക്കല്? ഓക്കെ. ദൈവം എന്താ പ്രാർത്ഥിക്കുന്നത് പറയും. കിച്ചൻ എന്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവുക? നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കണ്ടറിയാം. പ്രാർത്ഥനകൾ പലവിധം അല്ലേ? സത്യോ? ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നുണ്ട്. ഇവിടുന്ന് കുറി തൊട്ടിട്ട് വേണം നമ്മൾ ഇറങ്ങാനെന്നാണ്. കുറിയോട്ടൽ ബ്ലോഗ് അല്ലേ? അമ്മയ്ക്ക് തൊട്ട് കൊടുക്കുന്നു. എന്റെ മോളെ എവിടെയായിരുന്നു ഇത്ര കാലം? ആർക്കും വേണ്ട. എന്റെ അമ്മോ, എനിക്കില്ല, ഭർത്താവിനില്ല. എന്താണത്? സ്നേഹമുണ്ടോ? ഒരു നിമിഷത്തിൽ ഗുണ്ടൂസ് അതിന്റെ ഫാനാണെന്ന് കരുതി. ഗുണ്ടൂസ് എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ആരെ ചിന്തിച്ചു? നമ്മൾ കണ്ടായിരുന്നു ഓടിച്ചാടി ചെല്ലുന്നത്. ആണ്, ഞാൻ എന്നിട്ടൊന്നുമില്ല. ഓടിച്ചാടി ചെന്നേക്കുന്ന ഒരാൾ. ആര്? ഓടാ അവിടുന്ന്. ഇപ്പൊ എന്തെങ്കിലും കിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടുന്ന്? ഒന്നും ചിന്തിക്കാൻ പറ്റും? വീണ്ടും നന്നാവാൻ അല്ല, വേറെ എന്തോ ഒരു പുരോഗമന പ്രാർത്ഥനത്തിലേക്ക് എത്തേണ്ടല്ലേ? ഇങ്ങനെ ഒരു പ്രാർത്ഥന. പക്ഷെ അങ്ങനെ എത്തിയിട്ടില്ലല്ലോ. എങ്ങനെ അടി ഉണ്ടാക്കാം? ചേട്ടനെ ചേച്ചി പുതിയ പെൺപിള്ളേരെ നോക്കാം. പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വേറെ ആൾക്കാർക്ക് വേണത് ഓഫറാണ്. 1 8 കഴിഞ്ഞാണ്. കുഞ്ഞുങ്ങളൊന്നും ഇല്ല. ഓഫർ അവൈലബിൾ അല്ലേ? കിടിലൻ ഓഫറാണ്. ബുക്കിംഗ് സ്റ്റാർട്ടഡ് ഉണ്ടാവും അല്ലേ? കണ്ട എയിമൊക്കെ ഉണ്ടോ? പേപ്പറൊക്കെ ചുരുട്ടിയൊക്കെ വെച്ച് എഴുതിയിടും. ആഗ്രഹം സാധിക്കാൻ വേണ്ടി എഴുതി കെട്ടിയിടുന്നതാണ്. 1001 എഴുതി കെട്ടി. നടക്കോ?
ശരാ ഞാൻ അങ്ങനെ ദേവസ്വം 10ാം ക്ലാസ് എനിക്ക് ഭാഗ്യം കൊണ്ട് ഫുൾ എ പ്ലസ് കിട്ടില്ല, ഇതിലും ഫുൾ എ പ്ലസ് കിട്ടണേ എന്നായി പ്രാർത്ഥിച്ചേ. ദേവസ്വം ബോർഡ് ഇവിടെ ദേവസ്വമാണ്. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണെങ്കിൽ അമ്പലത്തിന്റെ ആ രൂപം കണ്ടോ, മേളിൽ പ്രാവുകൾ ശാന്തതയുടെ പീസിന്റെ ലക്ഷണം. നേരെ നോക്കി നടക്കില്ലേ. പ്രശസ്തമായ ബാലക്കൽ ഞാൻ പറഞ്ഞോളാം. നീ പറ. പ്രസിദ്ധമായ ആലപ്പുഴയുടെ മുല്ലക്കലിന്റെ ബാലകൃഷ്ണൻ. തലയെടുപ്പ് കണ്ടാ തന്നെ മതിയില്ലേ. അതെ അമ്മ അടിപൊളിയാ. പക്ഷെ എൻ്റെ അമ്പലത്തിലൊന്നും ആനല്ല കേട്ടോ. ഇവിടെ ആന ഉണ്ട്. ആന അല്ലേ. അതെ സെറ്റ് തന്നെ. എവിടെ നമ്മൾ 3 പേരും കൂടെ മൂന്നാർ, കൊടൈക്കനാൽ, ഹണിമൂൺ, മരയൂർ. അതെ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഹണിമൂണ് ഓരോന്ന് തുടച്ച് പുതിയ തൊടുക ഒരാള്. ഓരോ സ്ഥലത്തെത്തുമ്പോ പുതിയ തൊടുന്നുണ്ട്. കൊടുത്ത് ഇപ്പൊ കൊണ്ടുപോയ സൈക്കിളാരൻ കൊണ്ടുപോയത്. സൈക്കിളാരനെ ഗുണ്ടൂസ് കൊണ്ടുപോയതിനെ പറഞ്ഞോ. അങ്ങനെ വേണം പറയാ. ഗുണ്ടൂസിന്റെ നമ്മള് പോകുന്നു. എങ്ങോട്ട്? ഗൈഡ് പറയൂ. ഗൈഡാ ഫ്രണ്ടേ പോണ്. ഗൈഡിന്റെ പിന്നാലെ പോയാ നല്ലേ. അതെ നേരെ പോകൂ. ചൂട് ദോശ കാറെണ്ണ തട്ടുന്നോ? എന്റെ കാർ മിസ്സായി. അപ്പുന്റെ ഫാൻസ് അതെന്നെ കൂടെ പഠിച്ചാ എന്റെ മോനെ പുറകെ നടന്ന എന്റെ പുറകിൽ നടന്ന കൊച്ച്. അങ്ങനെ എന്റെ പുറകെ നടന്ന കൊച്ചാണ്. അങ്ങനല്ല, അങ്ങനെയാ അടിച്ചു ലോട്ടറി. ഞാൻ പേര് പറയട്ടെ. പേര് പറയും. ഹരിയോ? അനിയത്തിക്ക് താല്പര്യമുണ്ട്. ഹരി ആരാ? തിരിച്ചും താല്പര്യമുണ്ട്. ഹരി ആരാ? ഹരി ആരെ? അന്ന് ലൈൻ അടിക്കുന്നതിൽ വിരോധമില്ലെന്നൊരു സംസാരം ഞാൻ ഇവിടെ നിന്ന് കേട്ടു. ചോദിച്ചപ്പോ സംസാരിച്ചു. അപ്പൊ സമ്മതിച്ചല്ലോ, നിനക്ക് വിരോധം ഇല്ലേ ആവാം. അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടോ. സോഷ്യൽ പ്രശ്നങ്ങളാവല്ലോ. ഇതിപ്പോ എങ്ങോട്ടാ കൊണ്ടുവന്നേ? യൂട്യൂബറിന്റെ ഭാര്യ പൈപ്പ് തുറന്നു വിട്ടിട്ട് പോയി. ഭാര്യയോ? ഞാൻ ചെറിയ ചെക്കനല്ലേ. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാലോ. ഇവിടെ കഫേയിലെ വിശേഷങ്ങളാണ്. VNS കഫേയിൽ ചായ ഐറ്റംസ് ഉണ്ടല്ലോ. എത്ര ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസ് ഒക്കെ ഒറ്റടിയിൽ കഴിക്കും. ഗുണ്ടൂസേ പറ പറ്റൂ. ഗുണ്ടൂസേ എക്സ്പ്ലെയിൻ ദ കട. കടയിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദ കട ഗുണ്ടൂസ്. ഗുണ്ടൂസ് ഇപ്പൊ പറയുന്നല്ല. ഗുണ്ടൂസിന് ഇപ്പൊ ടെൻഷനായി. അതുകൊണ്ട് ഗുണ്ടൂസ് പറയാതെ. ഗുണ്ടൂസിന് ടെൻഷൻ ഉണ്ടോ? ഗുണ്ടൂസ് ടെൽ മീ അബൌട്ട് ദ കട ഗുണ്ടൂസ്. ഒരു കപ്പയെടുത്ത് ഇരിയാ അങ്ങോട്ട്. ഗുണ്ടൂസ് അവിടെ ഇരി. ഗുണ്ടൂസ് യൂണീക്കാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഇന്നിപ്പോ ഗുണ്ടൂസ് ക്ഷീണം ചെയ്യും. ഗുണ്ടൂസ് കഴിച്ചു കഴിയുമ്പോഴേ ഗുണ്ടൂസ് കുളിക്കും. ഇതൊരു കൂടി പ്രതീക്ഷിക്കാം. ഗുണ്ടൂസേ ദോശ നിങ്ങളെന്ത് പറഞ്ഞോ? എനിക്ക് എന്തായാലും മതി. എന്തായിട്ട് ഓർഡർ ചെയ്യുന്നത് സംശയത്തിലാണ് എല്ലാവരും അധികമായ ചിന്തകൾ. എന്ത് ഓർഡർ ചെയ്യുന്ന ചിന്തയിലേക്ക് എത്തിക്കഴിഞ്ഞു. അമ്മേ ഇവരെല്ലാം രണ്ടെണ്ണം അങ്ങനെ നോക്കിക്കുന്നത് വേർക്കുന്നുണ്ട്. കണ്ടോ, വേർക്കാൻ തുടങ്ങി ഗുണ്ടൂസ്. എൻ്റെ ലൈഫിൽ ഞാൻ അവിടെ പോയതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ രസവട കഴിക്കുന്നത്. എനിക്കിതിങ്ങനെ ഒഴിക്കുന്ന കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട്. ബട്ട് ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിരുന്നു. പക്ഷെ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചൂടായ ഒരു കറിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യുക. അന്നപ്പോൾ രസവടയാവുന്ന ഒരു സംഭവം. പണ്ട് കാലം തൊട്ടുള്ള ഫ്രൂട്ട് സാലഡ്. ഫ്രൂട്ട് സാലഡ് കുറച്ചും മഴക്കല്ല. ലൊക്കേഷൻ വേറെ നമ്മളെ മുല്ലക്കൽ ഭീമക്കല്ല. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഹോട്ടലിൽ തിരിച്ചു ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ മഴ പെയ്തു. അപ്പം അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. ട്രിഗർ ആയിട്ട് ആ ട്രിഗർ പൊട്ടും. ട്രിഗർ പൊട്ടുമ്പോൾ
ഇവിടെ വന്നപ്പോ രാത്രി പെർഫോമൻസ് ഉണ്ട്. ഡെക്കാവും എന്നാ പറഞ്ഞേ. ഡെക്ക് ചലഞ്ച് പറ്റും ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഡെക്കാവേ. നേരത്തെ സൂചിക്കിരുന്നായിരുന്നു. സദ്യമ അവിടെ അജമ്മ അവിടെ ഇരുന്നായിരുന്നു. അജമ്മ അവിടെ എത്തി സൂചിക്കിരുന്നത്. ഫുഡൊരു വീഴ്ച വീണു. കിച്ചുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അതിനുശേഷം ആളെനിക്ക് മുട്ടായൊക്കെ എടുത്ത് കൊണ്ട് തന്നിരുന്നു കേട്ടോ അവിടെ നിന്ന് വാങ്ങിയിട്ട്. ഇത്രയും മുട്ടേൻ്റെ ആവശ്യമില്ല, നിങ്ങളെ എടുത്തോ. ടച്ചാണ് മുട്ടായ ഒരുപാടുണ്ടല്ലോ. മുട്ടായി വന്നപ്പോൾ അവിടെ എല്ലാവർക്കും കൊടുത്ത്. ഗുണ്ടൂസ് ഉണ്ടായിരുന്നു, അതേപോലെ എല്ലാവർക്കും കൊടുത്ത്. ഗുണ്ടൂസ് ഏത് മുട്ടായി എടുക്കണം എന്നുള്ള ഡൗട്ടിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം ചെറിയ മുട്ടായി എടുത്ത്, കാരണം ഷുഗർ കട്ടൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നു. അതേപോലെ അച്ചുവച്ചന് കൊണ്ട് കൊടുത്തു. എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. സദ്യമ്മ ഇരിക്കുന്നുണ്ട്, സദ്യമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അച്ചുവച്ചന് കൊണ്ട് കൊടുത്തു. അങ്ങനെ ദേവുട്ടിക്ക് വലിയ മുട്ടായി കൊടുത്തു. കൂടുതൽ സ്നേഹമൊക്കെ ആവട്ടെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാവർക്കും ഒരേപോലെ ഓളാ മുട്ടായി എടുത്ത്, അത്രയേ ഉള്ളൂ. അജിയമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ പിന്നെ അവിടെ എടുത്ത് പോയി. നമ്മൾ ദാൻകുട്ടൻ്റെ വീട്ടിലൊക്കെ പോയി. അവിടെ വരെ പോകേണ്ടി വന്ന്. ചുമ്മാ പോകുന്നതിന് മുമ്പ് പോയതാണ് കേട്ടോ. മുറുക്കെടുത്ത് കൊടുത്തേ. ശരിക്കും പറയാം അങ്ങോട്ടോ. ശരിക്കും പറഞ്ഞേ. അടിപൊളിയാന്ന് പറയാം. അടിപൊളി. നല്ല പാട്ട് നല്ലോണം പാട്ടേ തരുള്ളൂ. പാട്ട് നല്ലോണം വരട്ടെ. ഇതൊരു സുഖല്ല. ആ ആ ആ പാട്ട് തരട്ടെ. പണ്ടത്തെയോ? ആ ആ ബാക്കി മോഹമഴയോ? വടിക്കായില്ല. വടി വേറെ പാട്ട് പാടണം. വടിക്ക് വേറെ പാട്ട്. അടി അടി വടി രണ്ടുപേരും. വടി ഉണ്ട്. വടി രണ്ടുപേർക്കില്ല. നിധി വന്ന അമ്മ വെള്ളം തരാം. ഇനി ഒന്ന് പൊട്ടി കാണിയില്ല. അതിനൊന്നും ആയില്ല.
ഗൈസ് ഞങ്ങൾ മഴത്ത് നടന്ന് വീട്ടിലെത്തി. ഫൈനലി ഞങ്ങൾ മഴത്ത് നടക്കുന്നത് നല്ല ഹെവി റെയിൻ ആയിരുന്നു. അങ്ങനെ ഫൈനലി വി മെയ്ഡ് ടു ഹിയർ. ഗൈസ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ട്, ഫ്രീ വെള്ളപ്പൊക്കം സർവീസ്. ഇഷ്ടം വായ തുറക്കുന്നതിൻ്റെ ഇതിലാണ്. ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട്. ആ അയ്യോ ഗൈസ് വെള്ളപ്പൊക്കാണ് ഗൈസ്. ഗൈസ് കിച്ച് വ്ളോഗറായി. കിച്ചൊക്കെ എന്താ ഗൈസ് ഇന്ന് ദേവ് പോവാണ്. അപ്പോൾ അശ്വലേട്ടൻ പരിപാടി ഉണ്ട് കോഴിക്കോട്ട്. അപ്പോൾ ആളിങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട്. ഞാൻ എന്താ അവിടെ എന്നെ കാണുന്നുണ്ടോ ഗൈസ്? ഗൈസ് അശ്വലേട്ടൻ അതന്നെ പറഞ്ഞേ, ഞാൻ റോഡ് സൈഡിലാണ് വീട് എന്ന് പറഞ്ഞേ. ക്യാമറ ലൈറ്റൊക്കെ ഉണ്ട്. ഇതാ വീട്. ഇതാ ഇങ്ങോട്ട് കൊറേ ആൾക്കാരുണ്ട്. എന്റെ മോനെ ഇതാര്? ഇതെല്ലാരും ഉണ്ടല്ലോ. അല്ല ഞാൻ റെഡി ആയി നിക്കല്ലേ. അങ്ങനെ ഇതെങ്ങനെ ലൈറ്റ്? ആ ഇത് സിമ്പിൾ ആൻഡ് ഹമ്പിൾ. 1200 രൂപ. 1200 രൂപ ലംബൂസിലുണ്ട്. കിടിലൻ ലൈറ്റിങ് അല്ലേ? സൂപ്പർ അല്ലേ? ഞാൻ ബാത്റൂമിൽ കൊടുക്കലുണ്ട് ഇവിടെ. ഇപ്പൊ ലൈറ്റ് ഇല്ലാത്തോണ്ട് അപ്പൊ യൂസ് ചെയ്യാണ്. എവിടെ കൊണ്ട് വെച്ചാൽ മതി. 1800 രൂപ. ആടെ ഇരുന്നില്ല? ആടെല്ലാം ഉണ്ടാവും. ആടെ ദേവട്ടി കട നിൽക്കുന്നുണ്ട്. ശരി അക്ഷരായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് തിരിക്കാൻ പറ്റൂ. ഇടുക്കി തിരിക്കാൻ മതി. കുട്ടായി ഗൈസ് പേരൊക്കെ വന്ന് സന്തോഷം. ഓ ബൈ ബൈ. എല്ലാരും പോവാണ്. ഓക്കെ റീറ്റോ സത്യണ്ട്. കോഴിക്കോട് ഫേമസ് വ്ലോഗർ ആലപ്പുഴ എത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റും. എങ്ങനെയാ ആലപ്പുഴത്തെ കാഴ്ചകളൊക്കെ കാണിച്ച് ഞങ്ങളങ്ങോട്ട് എത്തിച്ചു. അല്ല കൊറേ സ്പോട്ട് ഉണ്ട് അശ്വലേട്ടാ എക്സ്പ്ലോർ ചെയ്യാൻ. നിങ്ങൾ ഇവിടുത്തെ സീരിയസ് ആയിട്ട് നമുക്ക് എല്ലാവരും കൂടെ വന്നിട്ട് ഒരു ദിവസം ട്രിപ്പ് അടിക്കും. കൊറേ സ്ഥലമുണ്ട്. ഞാനിപ്പോ ഇന്ന് മഴ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരില്ലേ? അമ്മയും അച്ഛനും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വരുന്നു പറഞ്ഞിട്ട്. വരണേ? വരാതെക്കൂലല്ലോ കിച്ചാമണി? വരണേ? അങ്ങനെ ആലപ്പുഴ ലീവ് ചെയ്യാണ്. വേണേ നിർത്തിയാൽ എനിക്കുണ്ടാവുമ്പോ അവളെ വഴക്കുണ്ടാക്ക. ഞാൻ ഉണ്ടാക്കില്ല അമ്മ, ഞാൻ നല്ല കുട്ടിയല്ലേ. ആമാ ഓ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഓ ഓ ഓ ശ്രദ്ധിക്കാം. വരാം. അങ്ങനെ വീട്ടിൽ നിന്ന് പോവാണ്. പങ്കിട് വിഷമത്തിലാണ്. വിഷമമൊന്നുമില്ല കേട്ടോ, ഹാപ്പിയാണ്. ഞങ്ങൾ എത്ര ദിവസം വന്ന് നിന്നിപ്പോ അല്ലേ? എത്ര ദിവസം എവിടെയും പോയി നിൽക്കല്ല. ആള് എന്തോ എന്താ കണ്ണൊക്കെ എന്താ ഇങ്ങനെ? കണ്ണൊക്കെ എന്താ ഇങ്ങനെ അറിയുന്നത്? ഗൈസ് അങ്ങനെ ഞങ്ങൾ പോവാണ്. എൻ്റെ പങ്കുടുക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ആള് നല്ല വിഷമത്തിലാണ്. വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനല്ലേ എൻ്റെ കൂടെ പൊന്നാമണി. നല്ല വിഷമത്തിലാട്ടോ. പോവണ്ട
അമ്മേനെ എപ്പോൾ അമ്മേൻ്റെ അടുത്ത് പോന്നാലും ഇങ്ങനെ ഒരു കരച്ചിൽ ഉണ്ടാവില്ല. ഇത് പതിവാണ് ഈ കരച്ചിൽ. ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല, കുറേ കൊല്ലങ്ങളായി കാണുന്നു. ഗൈസ് ഇറങ്ങി വരുന്നു, മഴ നല്ല ഹെവിയായി. ഇവിടെ ചെറിയൊരു കുടിയിൽ കയറി നിന്നപ്പോൾ നല്ല മഴയായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മഴയത്ത് തുടരുന്ന യാത്ര നമുക്ക് പോയോക്കാം. ഗൈസ് മഴയത്ത് അങ്ങനെ ഓടിപ്പാഞ്ഞ് ഇവിടെ എത്തി, തിരിച്ച് വീട്ടിലെത്തി. വൈഫും വന്നിട്ട് ബ്ലോഗർ എൻ്റെ ഒരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ റിലയൻസിൻ്റെ അടുത്തുള്ള, അവിടെ കയറി നിൽക്കുകയാണ്. ബസ് എത്തിക്കഴിഞ്ഞാൽ അതിൽ കയറി പോകണം. ഇവിടെ ഇങ്ങനെ കാത്ത് നിൽക്കുക കേട്ടോ ബസ്സിന്. സമയത്തിന് എത്തിയ സമയത്തിന് പോവാം. എന്തായാലും 10:45 പറഞ്ഞ ബസ്സാണ്. 11:15 അവിടെ കയറ്റാതെ പോകാമെന്ന്. അതിന് A1 ട്രാവൽസ് ആണ് ബുക്ക് ചെയ്തത്. അവിടെ ഡിലേ ഭയങ്കര ആവലുണ്ട് എപ്പോഴും, അത് സ്വാഭാവികമാണ്. ഓടിപ്പാഞ്ഞെത്തലൊന്നുമില്ല, അതും വൈകിട്ട് എത്തൽ. അത് അവിടെ എത്തുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ബസ്സിന് വെയിറ്റിംഗ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ആലപ്പുഴയ്ക്കില്ല എത്രയില്ല, നാട്ടിലെത്തി. രസം ഞങ്ങളങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ നാട്ടിലെത്തി. നാട് പഹൂഞ്ച 9 മണി കൂടെ ഉണ്ട്.